നമസ്കാരം. ഇന്നും ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 1% ഉയർന്ന് 21,684 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്ന് നിഫ്റ്റിയോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. ബാങ്ക് നിഫ്റ്റി 1.17% ഉയർന്നത്. പതിവിന് വിപരീതമായി ഇന്ന് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലായിരുന്നു ഏറ്റവും മികച്ച ബൈയിങ് മൊമെൻറ്റം. അതുകൊണ്ട് മിഡ് ക്യാപ് ഇൻഡെക്സും സ്മാൾ ക്യാപ് ഇൻഡെക്സും അത്ര മികച്ച പെർഫോമൻസ് നടത്തിയില്ല. സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.20ഉം മിഡ് ക്യാപ് ഇൻഡെക്സ് 0.40% ഉയർന്നത്. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിയാൽ മാർക്കറ്റ് ഏറെക്കുറെ ബാലൻസ്ഡ് ആണെന്ന് കാണാൻ സാധിക്കും. 1105ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 1034ഓളം സ്റ്റോക്കുകളിൽ സെല്ലിങ്ങും നമ്മൾക്ക് കാണാൻ സാധിച്ചു. സെക്ടോറിയൽ ഇൻഡിസസ് പരിശോധിച്ചാൽ ഇന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് നിഫ്റ്റി PSU ബാങ്ക് ആണ്. PSU ബാങ്ക് 1.44% ഉയർന്നു. നിഫ്റ്റി മെറ്റൽ 0.93%, നിഫ്റ്റി ഓട്ടോ 0.90% ഉയർന്നു. അതോടൊപ്പം തന്നെ ഇന്ന് മാർക്കറ്റിൻ്റെ ഫിയർ ഫാക്ടറായ ഇന്ത്യ വിക്സ് 4.7% ഉയർന്ന് 15% മുകളിലെത്തി. അതായത് മാർക്കറ്റിലെ ഫിയർ ഫാക്ടർ വർദ്ധിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് ഇൻഡെക്സ് അതിൻ്റെ പുതിയ 52 വീക്ക് ഹൈ ആയ 21,675 എന്ന ലെവൽ ടച്ച് ചെയ്തു എന്ന അപ്ഡേറ്റ് ആയിരുന്നു. ഇന്ന് ഫാർമ, FMCG തുടങ്ങിയ ഇൻഡെക്സുകൾ 0.5% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. ആദ്യം തന്നെ മാർക്കറ്റിൽ വന്ന റാലിക്ക് പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ കാരണം US ഫെഡ് റിസർവ് നടപ്പിലാക്കാൻ പോകുന്ന റേറ്റ് കട്ട് സൈക്കിൾ. 2024 മാർച്ച് മാസം മുതൽ US ഫെഡ് റിസർവ് റേറ്റ് കട്ട് ആരംഭിക്കും എന്നാണ് മാർക്കറ്റ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ആദ്യം തന്നെ 150 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് വരുന്നത്. ഇതിനു മുന്നോടിയായി മാർക്കറ്റിൽ ബൈയിങ് ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഡോളർ ഇൻഡെക്സ് കൂൾ ഓഫ് ആകുന്നതും മാർക്കറ്റിലേക്ക് കൂടുതൽ മണി ഇൻഫ്ലോ വരാൻ പോകുന്നതും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ പോസിറ്റീവായി നിലനിർത്തുന്നു. രണ്ടാമത്തേത് ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക്. ഫിച്ച് എന്ന പ്രമുഖ റേറ്റിംഗ് ഏജൻസി ഇന്ത്യൻ എക്കോണമിയെ ലോകത്തെ തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമികളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യൻ എക്കോണമിയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് 6.5%. കറണ്ട് ഇയറിലെ GDP ഗ്രോത്ത് 6.9%. ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്വാർട്ടറിൽ ഇന്ത്യൻ GDP 7.7% എക്സ്പാൻഷൻ കാണിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ 6.5% മുതൽ 7% വരെയുള്ള GDP ഗ്രോത്താണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാമത്തെ ഫാക്റ്റ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് ആണ്. നവംബർ മാസത്തിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 24,546 കോടിയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഡിസംബർ മാസത്തിൽ ഇത് 78,903 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. വരും സമയങ്ങളിലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ആരംഭിക്കുകയും ബോണ്ട് ഈൽഡ് ഇടിയുന്നതോടും കൂടി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ കൂടുതൽ ബൈയിങ് നടത്താനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തേത് പതിവിന് വിപരീതമായി റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിയാലും റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാർക്കറ്റ് ഇടിയുന്നില്ല. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനിലും കോൺട്രിബ്യൂഷനിലും 27% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് നൽകുന്നു. അതോടൊപ്പം തന്നെ മിഡ് ക്യാപ്, സ്മാൾ ക്യാപ് സ്റ്റോക്കുകൾ കംഫർട്ട് സോണിൽ നിന്നും, അതായത് വാല്യൂവേഷൻ കംഫർട്ട് സോണിൽ നിന്നും പുറത്ത് കടന്നത് മൂലം ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വരും സമയങ്ങളിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ നിന്നും മികച്ച മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇനി ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് NBCC എന്ന സ്റ്റോക്ക് ഇന്ന് 2% ഉയർന്ന് 79 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 14,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 43.41, ഡിവിഡൻഡ് ഈൽഡ് 0.68%. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 17% റിട്ടേൺ ആണ് NBCC നൽകിയത്. NBCCക്ക് സെയിൽ എന്ന കമ്പനിയിൽ നിന്നും 180 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. ഇന്ന് ഈ ഓർഡറിൻ്റെ പിൻബലത്തിൽ സ്റ്റോക്ക് 2% ഉയർന്നു. സ്റ്റോക്ക് 80 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 100 രൂപ എന്ന ടാർഗറ്റിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് കോറമോണ്ടൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. ഇന്ന് കോറമണ്ടൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് 1.45% ഇടിഞ്ഞ് 1244 ക്ലോസിംഗ് നൽകി. 36,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 18.11.
കോറമണ്ഡൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ ഫെർട്ടിലൈസർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ നിന്നും അമോണിയ വാതകത്തിൻ്റെ ചോർച്ചയുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് സർക്കാർ കോറമണ്ഡൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡിൻ്റെ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഫർദർ ഓർഡർ വരുന്നതുവരെ അടച്ചിടാൻ നിർദ്ദേശിച്ചത്. ഇത് കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റാണ്. ദീർഘകാലം പ്ലാന്റ് അടച്ചിടുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് മോശമാകാനുള്ള സാധ്യതയുമുണ്ട്. റീസെൻ്റ്ലി നമ്മൾ പല കെമിക്കൽ കമ്പനികളിലും ഫയർ ഇൻസിഡൻറ്റും ഇതുപോലുള്ള ആക്സിഡൻറ്റുകളും കണ്ടു കഴിഞ്ഞു. പക്ഷേ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഹെവി ബുള്ളിഷ് ട്രെൻഡ് ആയതുകൊണ്ട് ഇതൊന്നും സ്റ്റോക്കുകളിൽ അത്രയധികം പ്രതിഫലിക്കുന്നില്ല. ഇന്നത്തെ ദിവസവും കോറമണ്ഡൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് 1220 വരെ എത്തിയെങ്കിലും 1220 നിന്നും ഹെവി ബൈയിങ് വരികയും സ്റ്റോക്ക് വീണ്ടും 1244 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദിവസം പ്ലാന്റ് അടച്ചിടുകയാണെങ്കിൽ സ്റ്റോക്കിൽ ചിലപ്പോൾ ഒരു നെഗറ്റീവ് റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന സപ്പോർട്ട് 1200, അതിനുശേഷമുള്ള സ്ട്രോങ് ബൈയിങ് സോൺ 1175. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്